അപ്പോൾ പിൻട്രസ്റ്റിൽ ഈ സംഭവം കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഉണ്ടാക്കിയേക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ നേരെ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തു, ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഇട്ട് കൊടുത്തു. ഈ വീഡിയോയിൽ കാണിക്കുന്നവരെ നിങ്ങളും ചെയ്തു കേട്ടോ. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും സംഭവം ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം നമ്മൾ CD ഉണ്ടല്ലോ അതെടുത്ത് വളച്ചങ്ങ് പൊട്ടിക്കുക. പൊട്ടിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കുക, കയ്യിലൊക്കെ കുത്തിക്കയറും. കൊച്ചു കുട്ടികളതൊന്നും ചെയ്യരുത്, നല്ല പണി കിട്ടും, കൈയൊക്കെ കുത്തിക്കയറുവേ. അപ്പോൾ അങ്ങനെ ഇത് കത്രിക കൊണ്ട് വെട്ടാൻ ഒടുക്കത്തെ പാടാണ്. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ എല്ലാം അങ്ങ് വെട്ടിയെടുത്തു. ഇനി എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ വെട്ടി വെച്ച ആ ഒരു മൂവിൻ്റെ പാതി എടുത്ത ശേഷം നമുക്ക് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് കൊണ്ട് മൊത്തത്തിലങ്ങ് അടിച്ചു കൊടുക്കാം. അതിനെ മൊത്തം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ CD പൊട്ടിച്ചതിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു. അങ്ങനെ നമുക്കിനി ഈ CDയുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഈ മുകളിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം അങ്ങ് ഒട്ടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലേ എനിക്കെന്തൊരു ഉപകാരം കാണത്തുള്ളൂ. നിങ്ങളത് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അങ്ങനെ ഞാൻ ഈ CD എല്ലാം ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തു. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ബൈ.